ഓർക്കുക, ഒരു പെൺകുട്ടിയാണ്, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന കുട്ടിയെ എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളൊന്ന് കാണുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ഇപ്പോൾ വെക്കേഷനാണ്, അതുകൊണ്ട് തന്നെ മക്കളുമായിട്ട് കുടുംബക്കാരുമായിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയമാണ്. നിങ്ങൾ നോക്കുക, സ്വന്തം അമ്മയുടെ കൺമുന്നിൽ വെച്ചിട്ട് 2 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി, ഓർക്കുക, ഒരു പെൺകുട്ടിയാണ്, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന കുട്ടിയെ എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളൊന്ന് കാണുക. വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നോക്കുക, അതായത് ആ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇരിക്കുന്ന ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ ഒരു ദൃശ്യമാണിത്. ഒരു സംശയം തോന്നിയിട്ട്, ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ, സംശയം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ CCTVയുടെ ആവശ്യമൊന്നുമില്ല, എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്ത് തെളിവിന് വേണ്ടിയിട്ട് ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കും. അത്തരത്തിൽ ഷൂട്ട് ചെയ്തതാണ്. അവരുടെ ഒരു മൂവ്മെൻറ്റുകൾ അത്ര പന്തികേടായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യുവാവ് എന്ത് ചെയ്തു, വീഡിയോ റെക്കോർഡ് ചെയ്തു. 2-3 പ്രാവശ്യം അതിലൂടെ പാസ് ചെയ്തു. ആ കുട്ടിയുമായിട്ട് ഇടപഴകുന്നത് കണ്ടപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. നോക്കുക, ഒരു പയ്യനും ഒരു പെൺകുട്ടിയും. ഈ പെൺകുട്ടി പഠിക്കുന്നത് കോളേജിലാണ്, കോളേജ് ലീവാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രീ പ്ലാൻ ഒന്നുമല്ല കേട്ടോ. അവർ ആ വഴി പാസ് ചെയ്യുന്ന സമയത്ത് ഒരമ്മ തൻ്റെ കുട്ടിയെയും കൂട്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പം തന്നെ അവർക്ക് മനസ്സിലായി അമ്മ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ നോക്കുക, സ്വന്തം അമ്മ തൻ്റെ കുട്ടിയെ ആ ഒരു സീറ്റിൽ ഇരുത്തിയിട്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോടായാലും സ്വന്തം കുട്ടിയെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടികളെയും കൂട്ടിയിട്ട് നിങ്ങൾ പുറത്തു പോകുന്നത്? ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടതാണ്. കുട്ടിയെ എടുത്തു, 2 പേരും കൂടെ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ആ കുട്ടിയെ ആദ്യം എടുത്ത് മടിയിൽ വെച്ചപ്പോൾ ചിലപ്പോൾ സ്ത്രീ കണ്ടിട്ടുണ്ടായിരിക്കാം, ലാളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ചില ആളുകൾ അങ്ങനെ എടുത്ത് മടിയിലൊക്കെ വെക്കും, അപ്പോൾ ഇഷ്ടം കൊണ്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതല്ല ഗൈസ്, എടുത്തു കൊണ്ടുപോയി പെട്ടെന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണുന്നില്ല, വെപ്രാളപ്പെട്ടു. പക്ഷേ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി മിസ്സായി. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ആ പെൺകുട്ടിയോട് ചോദിച്ച സമയത്ത് സംഭവം മനസ്സിലായി ഒരിടത്ത് കൊണ്ടുപോയി എന്നുള്ളത്. എന്തായാലും ആ ക്യാമറമാന് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത ആൾ കറക്റ്റ് അത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതൊക്കെ ചാടി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടിയെ ശ്രദ്ധിച്ചാൽ പോരെ. പബ്ലിക്കായിട്ട് ഇത്രയും ആളുകൾ നോക്കി നിൽക്കെ ഒരു കോളേജ് പെൺകുട്ടി തൻ്റെ കൂടെ പഠിക്കുന്ന പയ്യനുമായിട്ട് വരുന്നു, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു, വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. എന്തായാലും നോക്കുക ഗൈസ്, ഇതിപ്പോൾ ഈ ക്യാമറ ഇല്ലെങ്കിൽ, ഈ ഒരു റെക്കോർഡ് ഇല്ലെങ്കിൽ ഒരു തെളിവുമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ അവസ്ഥ, സ്വന്തം കുട്ടിയെ മറ്റൊരു ആളുടെ കയ്യിൽ വെച്ചിട്ട് ആ കുട്ടിയെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് യാചിക്കുന്നൊരവസ്ഥയാണ്. ഇത് കേരളത്തിലല്ല കേട്ടോ, നോർത്തിലാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഷെഡ്ഡി വരെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു ഏരിയയാണ് ഗൈസ്. ശ്രദ്ധിച്ചോ? വെൽ, ഈ വീട്ടമ്മ തൻ്റെ കുട്ടിയെ തിരിച്ച് ചോദിച്ച സമയത്ത് ആ പെൺകുട്ടി കൊടുത്ത മറുപടി എന്താ അറിയോ? ഇത് നിങ്ങളുടെ കുട്ടിയാണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ഇതെൻ്റെ കുട്ടിയാണ്,
എൻ്റെ വീട് തൊട്ടടുത്താണ്. ഞാൻ കുട്ടിയുമായിട്ട് ടൗണിലേക്ക് സിറ്റിയിലേക്ക് ബൈക്കിൽ വന്നതാണ്. അതാ കാണിച്ചു കൊടുക്കണം, അതെൻ്റെ വീടാണ്. ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇത് നിങ്ങളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞ് ആ ഒരു വീട്ടമ്മയെ അല്ലെങ്കിൽ ആ ഒരു അമ്മയെ ഒന്തി തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ ക്യാമറ ചെയ്ത് ഷൂട്ട് ചെയ്ത ആൾ പറഞ്ഞു, റെക്കോർഡാണ് എല്ലാം, നിങ്ങൾ കൊണ്ടുപോകുന്നതൊക്കെ വീഡിയോയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ ക്യാമറമാനുമായിട്ട് തർക്കത്തിന് നിൽക്കുന്നു. പക്ഷേ വീഡിയോ ഉള്ളത് കൊണ്ട് അവരത്ര റേസായി സംസാരിക്കുന്നില്ല, കുറച്ച് അടക്കവും ഒതുക്കത്തിലാണ് സംസാരിക്കുന്നത്. എനിവേ ലാസ്റ്റ് കുട്ടിയെ കൊടുത്തുട്ടോ, ആ വീഡിയോ കാണിച്ചു കൊടുത്തു. രണ്ടുപേരെയും പോലീസിൽ ഏൽപ്പിച്ചു കേട്ടോ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്തത്. എന്തായാലും മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ എടുത്തോളൂ, പക്ഷെ കുട്ടിയെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടിയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ജീവനോടെ തിരിച്ചു കിട്ടുന്നതും വരില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.